ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 2 സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു സവാള നല്ല രീതിയിൽ വെന്ത് വരുന്നത് വരെ നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ സവാള അതുപോലെ വഴറ്റിയെടുക്കുന്ന ഒരു സമയത്തിന് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ ഇടയിൽ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ ക്രഷ് ചെയ്തെടുത്തതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് ജസ്റ്റ് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മക്രോണിയാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് മക്രോണി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് വേവിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 5 മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ട നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഞാൻ ഇതുപോലൊരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാല ചേർത്ത് നല്ല രീതിയിൽ തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോണിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കപ്പ് മക്രോണി ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ മസാലയും മക്രോണിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലൊരു പോട്ടിലാണ് ഞാനിതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പോട്ടിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്ത് അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയി വന്നപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടിയിൽ പിടിക്കുന്നുള്ള ടെൻഷനുള്ളവരാണെന്നുണ്ടെങ്കിൽ പഴയൊരു പാന് താഴെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇതിനെ ഒരു 5 മിനിറ്റും കൂടെ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ പാനിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ ചായക്കായിട്ടോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനായിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.